أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി നാം ഓരോരുത്തരോടായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അതിന് അവശേഷിക്കുന്നത്. എല്ലാവരും തന്നെ ഏറെ പ്രാധാന്യത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം ഓരോരുത്തരും ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതുണ്ട്. സ്വാഭാവികമായും ഏറെ ശ്രദ്ധിക്കണം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ചിന്തയുണ്ട്. ഇതൊരു ഇസ്ലാമിക പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പൊന്നല്ലല്ലോ, ഇത് നിയമസഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പല്ലേ. അതിൽ വ്യത്യസ്തങ്ങളായ മുന്നണികൾ മത്സരിക്കുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത്സരിക്കുന്നു, വ്യക്തികൾ മത്സരിക്കുന്നു, അങ്ങനെ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മത്സരിക്കുന്നു. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പില് വിശ്വാസികൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി സൂറത്തു റൂമാണ്. വിശുദ്ധ ഖുർആനിന്റെ 30-ാം അധ്യായം സൂറത്തു റൂമിൽ അല്ലാഹു സംസാരിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ് വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഒരു ചരിത്രത്തിലേക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടം, പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവത്തെ അല്ലാഹു വിശദീകരിക്കുകയാണ്. അവിടെ രണ്ട് വൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അറേബ്യക്കടുത്ത പ്രദേശത്ത് വെച്ചുകൊണ്ട് പേർഷ്യക്കാരായ വിഭാഗവും അതുപോലെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭമായ റോമാക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രണ്ട് സംഘങ്ങളും ഏറ്റുമുട്ടുമ്പോ ആ സംഘത്തിൽ ഇതാ പേർഷ്യക്കാര് വിജയിക്കുകയും റോമാക്കാര് പരാജയപ്പെടുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. റോമിത പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, റോമിനിത പരാജയം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ അറേബ്യയുടെ അടുത്ത പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് അവർക്ക് പരാജയം ഉണ്ടായത്. അവരുടെ ഈ പരാജയത്തിന് ശേഷം അവർ വിജയിക്കും, അവർക്കൊരു വിജയം ഉണ്ടാകും. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ, വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് പേർഷ്യക്കാര് റോമാക്കാരുടെ ഭൂമി കൈക്കലാക്കിയെങ്കിൽ ആ റോമാക്കാര് പേർഷ്യക്കാരെ തോൽപ്പിക്കുന്ന ഒരു കാലഘട്ടം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. മുമ്പുള്ളതും പിന്നിലുള്ളതും അതിന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹ്ക്കറിയാം. എല്ലാ ആജ്ഞാ കാര്യങ്ങളും എല്ലാം അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. അള്ളാഹ് പറയാ, അന്നേ ദിവസം
മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നതാണ്. റോമാക്കാരും പേർഷ്യക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നതില് മുസ്ലിങ്ങൾ എന്തിനു സന്തോഷിക്കണം? മുഅ്മിനീങ്ങൾ എന്തിനു സന്തോഷിക്കണം? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള രാഷ്ട്രീയങ്ങളും സാമൂഹിക ചുറ്റുപാടുകളും വീക്ഷിക്കുന്നവരാകണം ഒരു വിശ്വാസി. നമ്മളിങ്ങനെ അതൊന്നും നമ്മൾ അറിയേണ്ടതില്ല, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കേണ്ടവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവിടെ റോം എന്ന് പറയുന്ന പേർഷ്യക്കാരെന്ന് പറയുന്ന വിഭാഗം അവർ വിഗ്രഹാരാധകരാണ്. പ്രവാചകന്റെ എതിരാളികളായ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പേർഷ്യക്കാരുടെ വിജയം അവർ ആഗ്രഹിച്ചിരുന്നു, ആ വിജയത്തിൽ അവർ സന്തോഷിച്ചു. റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വേദക്കാരാണ്. രണ്ട് വിഭാഗവുമാകട്ടെ മുസ്ലിങ്ങളുടെ വിശ്വാസം വെച്ച് പുലർത്തുന്നവരല്ല, മുസ്ലിങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കുന്നവരല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പേർഷ്യക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോമാക്കാർ വിജയിക്കും. ആ വിജയത്തിൽ മുഅ്മിനുകളായ സത്യവിശ്വാസികളായ ആളുകൾ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ആ വിജയത്തിൽ സന്തോഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ നമുക്കതിൽ നിന്ന് പല പാഠങ്ങളുമുണ്ട്. ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. അതിലൊന്ന്, നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നത് നമ്മൾ വീക്ഷിക്കണം. നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ നടക്കുന്ന ചർച്ചകളെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ നമ്മുടെയൊക്കെ നിലപാടുകൾ നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളെ, അന്നത്തെ രണ്ട് പ്രബല ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോ അത് വിശ്വാസവുമായി ബന്ധമില്ലാഞ്ഞിടത്തും അല്ലാഹുവിന്റെ ഖുർആൻ അവരെ കുറിച്ച് സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മുടെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ നമ്മൾ പരിശോധിക്കുമ്പോ ഒരു വേള നമ്മുടെ മുമ്പിലുള്ള ആളുകൾ മുസ്ലിങ്ങളോട് എല്ലാ അർത്ഥത്തിലും താല്പര്യമുള്ള മുന്നണികളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ അല്ല. പല ആളുകളും പറയും, നമുക്കൊക്കെ കണക്കല്ലേ, എല്ലാരും കണക്കല്ലേ, എല്ലാരും ഒരു വിഭാഗത്തെയും നമുക്ക് പൂർണ്ണമായി നമ്പാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. കാരണം അവരൊക്കെ വ്യത്യസ്ത നിലപാടുള്ളവരാണ്. നമ്മളോട് ചില വിഷയത്തിലൊക്കെ ചില താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകും. പക്ഷേ നമ്മുടേതായ അസ്തിത്വത്തെയും നമ്മുടെ സ്വന്തം താല്പര്യത്തെയും എല്ലാം തകർക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന മുന്നണികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം കണക്കാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിലൊക്കെ ചിലപ്പോൾ നമ്മളെ നിലനിൽപ്പിനെ ശക്തമായി എതിർക്കുന്ന, നമ്മൾ ഒരടി പോലും മുന്നോട്ട് വെക്കരുതെന്ന് ആഗ്രഹിക്കുന്ന, നമ്മളെ വംശീയമായി ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുന്നണികളും പ്രസ്ഥാനങ്ങളും ഉള്ളതോടൊപ്പം തന്നെ ചിലരെങ്കിലും, ചില മുന്നണികളെങ്കിലും, അതല്ലെങ്കിൽ ചില വ്യക്തികളെങ്കിലും അങ്ങനെയല്ലാതെ നമ്മളോടൊക്കെ ചില താല്പര്യങ്ങൾ, കുറച്ചൊക്കെ നമ്മളോട് താല്പര്യം കാണിക്കുന്ന, വിശ്വാസി സമൂഹത്തിന്റെ നിലനിൽപ്പിനെങ്കിലും ഒരു സഹായം ചെയ്യുന്ന ചില സംഘടനകളോ ചില പ്രസ്ഥാനങ്ങളോ മുന്നണികളോ ഒക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ വിശ്വാസി ഏത് നിലപാട് സ്വീകരിക്കണം? എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മളെ ഉന്മൂലനം ചെയ്യുന്ന കക്ഷികളോടൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത്? മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അവിടെ തമ്മിൽ ഭേദം തൊമ്മം റോമാക്കാരാണ്. തമ്മിൽ ഭേദം തൊമ്മൽ എന്ന് പറയാൻ സാധിക്കുന്നത് റോമാക്കാരാണ്. മറ്റേ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പേർഷ്യക്കാര് അവർ വിഗ്രഹാരാധകരാണ്. അവർ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന മക്കക്കാരുമായി സപ്പോർട്ടുള്ളവരാണ്. അതുകൊണ്ട് വിശ്വാസി സമൂഹം അത് റോമാക്കാരുടെ ഒപ്പം നിൽക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിച്ചതെന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയത്തില് നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ എന്താണെന്ന് ആ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടുകളിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മളെ രാഷ്ട്രീയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വോട്ട് നമുക്കുള്ളൊരു അമാനത്താണെന്നുള്ളതാണ്. വോട്ട് നമുക്കുള്ളൊരു അമാനത്താണ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. രഹസ്യ ബാലറ്റാണ്. ആരും അറിയാതെ എനിക്ക് ആരെ തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്ന വല്ലാത്തൊരു അംഗീകാരമാണ് നമ്മുടെ രാഷ്ട്രം നമുക്ക് നൽകിയത്. ആ രാഷ്ട്രം നൽകിയ അവകാശത്തെ അതൊരു അമാനത്തായി കൊണ്ട് നടക്കണം. ആ അമാനത്തുകളെ കൃത്യമായി നമ്മൾ സൂക്ഷിക്കണം. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യോഗ്യരായ ആളുകളെ തെരഞ്ഞെടുക്കാൻ നമ്മുടെ അമാനത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ആരും ഉപയോഗപ്പെടുത്തുന്ന ആരും അറിയില്ല. പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, നമുക്ക് ലഭിച്ച വോട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് യോഗ്യരായ ആളുകളാണോ, അവർ സമൂഹത്തിന് ഗുണകരമായ ആളുകളാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കാതിരുന്നാൽ, നമ്മുടെ അമാനത്തുകൾ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്താതിരുന്നാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട്
ലോകാവസാനത്തെ കുറിച്ച് ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് നൽകുന്ന മറുപടി, അതെ, ലോകാവസാനം സംഭവിക്കുക അമാനത്തുകൾ നഷ്ടപ്പെടുമ്പോഴാണെന്ന് പറഞ്ഞു. ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, കൈഫ ഇളാഅതുഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അത് നഷ്ടപ്പെടുക? അമാനത്ത് എങ്ങനെയാണ് നഷ്ടപ്പെടുക? ആ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? ഇദാ ഉസ്ഫിറൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിരിസ് സാഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, അതെ, നിങ്ങളുണ്ടല്ലോ, അധികാരം അതല്ലെങ്കിൽ കാര്യങ്ങൾ അനർഹരായ ആളുകളെ ഏൽപ്പിക്കപ്പെട്ടാൽ, യോഗ്യരല്ലാത്ത ആളുകളെ ഏൽപ്പിക്കപ്പെടുന്ന കാലം വന്നാൽ ഫന്തദിരിസ് സാഅ, നിങ്ങൾ അന്ത്യദിനത്തെ പ്രതീക്ഷിച്ചു കൊള്ളുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ അമാനത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചതിന് യോഗ്യരായവരെ നമ്മൾ കണ്ടെത്തുന്നില്ല, നമ്മൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തില്ല. ആർക്കെങ്കിലും ഇരിക്കട്ടെ, ഇപ്പൊ നോട്ടയുള്ള എങ്ങോട്ടെങ്കിലും കുത്തിയാലും കുഴപ്പമില്ല. ആളുകൾ വോട്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് വോട്ട് ചെയ്യണം, അതുകൊണ്ട് അവിടെ പോയി ഒന്ന് കുത്തി. ഇങ്ങനെയല്ല ഒരു വിശ്വാസി അവന് ലഭിച്ച അമാനത്തുകളെ അവൻ കൊടുക്കേണ്ടത് യോഗ്യരായ ആളുകളാണ്. യോഗ്യരായ ആളുകൾ വരാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് പലപ്പോഴും മതത്തിന്റെയും അതുപോലെ തന്നെ ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും പേരിലേക്ക് യോഗ്യതയില്ലാത്ത ആളുകൾ കടന്നു വരുന്ന കാലഘട്ടമാണ്. യോഗ്യതയില്ലാത്ത ആളുകള് മതം പറഞ്ഞ് അതുപോലെ ജാതി പറഞ്ഞ് പലപ്പോഴും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയം പറയേണ്ടതിന് പകരം മതത്തെയും ജാതിയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു വരുന്ന ആളുകൾ, അതിന്റെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു വരുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സയഅതി അലന്നാസി സനബാതുൻ ഖദ്ദാഅത്ത്, ഒരു കാലം ജനങ്ങളുടെ മേൽ വരാനുണ്ട്. 7 വഞ്ചനാപരമായ കുറച്ച് വർഷങ്ങൾ അവർക്ക് കടന്നു വരാനുണ്ട്. സനബാതുൻ ഖദ്ദാഅത്ത്, വഞ്ചനാപരമായ വർഷങ്ങൾ അവരുടെ അടുക്കലേക്ക് കടന്നു വരും. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ പ്രവാചകൻ പലതും പറഞ്ഞിട്ട് പ്രവാചകൻ പറയാണ്, വയന്തിഖു ഫിഹാ അർവൈബിള, അന്ന് റുവൈബിളകൾ സംസാരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അന്ന് റുവൈബിളകൾ സംസാരിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒമർ റുവൈബിള, ആരാണ് ഈ റുവൈബിള എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ റുവൈബിള എന്ന് പറഞ്ഞാൽ എന്ന് സ്വഹാബാക്കളായ ആളുകൾ ചോദിക്കുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, അർറജുലു താഫിഹു ഫീ അംരിൽ ആമ്മ, പൊതുകാര്യത്തിലുണ്ടല്ലോ യോഗ്യതയില്ലാത്ത ആളുകൾ, മനുഷ്യന്മാർ, അവരാണ് റുവൈബിളകൾ. അവർ സംസാരിക്കും, അവർക്ക് അധികാരം കിട്ടും. അത്തരം പൊതുകാര്യങ്ങളൊക്കെ, അതിലേക്ക് പൊതുകാര്യങ്ങൾ പറയാൻ, പൊതുകാര്യങ്ങൾ ഇടപെടാൻ യോഗ്യതയില്ലാത്ത ആളുകളെ അവർ തെരഞ്ഞെടുക്കുമ്പോ അത്തരം ആളുകൾ അത്തരം സ്ഥലങ്ങളിൽ വന്നുകൊണ്ട്, പാർലമെന്റിലും നിയമസഭകളിലും വന്നുകൊണ്ട് വിവരക്കേടും വിഡ്ഢിത്തരങ്ങളും പറയുമ്പോ ആ വിഡ്ഢിത്തരങ്ങളുള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ നിന്റെ വോട്ട് നീ ഉപയോഗപ്പെടുത്തിയെങ്കിൽ സഹോദര, സൂക്ഷിക്കണം. ഒരിക്കലും നമ്മൾ യോഗ്യതയില്ലാത്ത ആളുകൾ അത്തരം സ്ഥാനങ്ങളിലേക്ക് വരാൻ ഒരിക്കലും നമ്മൾ മൂലം കാരണമാകരുത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പൊ കാശ് മേടിച്ച് വോട്ട് മറിക്കുന്ന ആളുകളുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വെള്ളം കൊടുത്ത്, മദ്യം കൊടുത്ത് ആളുകളെ വോട്ട് മറിക്കുന്ന ആളുകളുണ്ട്. നേരെ കണ്ടിട്ടുള്ളത് കൊണ്ടായിരുന്നു പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് ആളുകൾ തന്നെ മദ്യം കൊടുക്കും, കുപ്പി കൊടുത്തിട്ട് ആളുകളെ വോട്ട് മറിക്കും. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്ക് കാണാം, മദ്യപിക്കുന്ന ആളുകൾക്ക് മദ്യം കൊടുക്കുന്ന, കാശ് കൊടുത്ത് കാശ് മേടിക്കുന്ന ആളുകൾ. ചില ആളുകളൊക്കെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ, കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്റെ വോട്ട് തന്നേക്കാം, കാരണം എങ്ങനെയും 10 രൂപ വെച്ചോണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കാശിന് കൊടുക്കാനുള്ളതല്ല നമ്മുടെ വോട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കൈക്കൂലിയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച കാര്യമാണ്. ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശിയ വൽ മുർതശിയ, കൈകൂലി നൽകുന്നവനെയും നൽകപ്പെടുന്നവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ വോട്ട് കൊടുത്തിട്ട് കാശ് വാങ്ങുന്നുവെങ്കിൽ അതൊരു അഴിമതിയാണ്, അതൊരു കൈക്കൂലിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു താല്പര്യം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. 4 പൈസ കിട്ടുമ്പോൾ മാറാനുള്ളതല്ല നമ്മുടെ ആശയങ്ങളും നമ്മുടെ ആദർശങ്ങളും എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഇന്ന് ചെയ്യാത്ത കാര്യങ്ങള്, ആ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ PR വർക്കിലൂടെയൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. പലപ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ,
തങ്ങള് ഒരു ഉപകാരം ചെയ്യുമ്പോൾ ആ ഉപകാരം ജനങ്ങൾക്ക് അതിന്റെ ഉപകാരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പബ്ലിസിറ്റി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ലോകത്ത്. പണ്ടൊക്കെ രാഷ്ട്രീയക്കാർ നിർവഹിച്ചിരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് കല്യാണത്തിന് പണ്ടൊക്കെ വീട്ടിലുള്ള വേണ്ടപ്പെട്ടവർ നിർവഹിച്ചിരുന്ന ദൗത്യം ഇന്ന് ഈവന്റ് മാനേജ്മെന്റുകളെ ഏൽപ്പിച്ചതുപോലെ രാഷ്ട്രീയവും ഇന്ന് ഈവന്റ് മാനേജ്മെന്റുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. PR വർക്കുകളിലൂടെയാണ് ഇന്ന് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അവർ പലപ്പോഴും ചെയ്യാത്തത് പെരുപ്പിച്ചു പറയുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ, തങ്ങൾ നൽകിയത് തങ്ങൾ ചെയ്തതിനെ സന്തോഷിക്കുന്നവരായ ആളുകൾ, തങ്ങൾ പ്രവർത്തിക്കാത്തത് അതിൽ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, അതിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, നീ അവരെ കുറിച്ച് വിചാരിച്ചു പോകരുത്. ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടവരാണെന്ന് നീ ഒരിക്കലും വിചാരിച്ചു പോകേണ്ടതില്ല. ചെയ്യാത്ത കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ പറയുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണല്ലോ. അതുകൊണ്ട് അവർ ആളുകളുടെ മുമ്പിൽ പൊടിയിടാൻ വേണ്ടി ഏത് PR വർക്ക് ചെയ്താലും ആ PR വർക്കിൽ നീ കുടുങ്ങേണ്ടതില്ല. അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് അവർ വിധേയരാകുന്നതാണ്. മാത്രമല്ല വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മൾ ഈ പറയുന്ന ആളുകൾ പറയുന്നത് കേട്ട് അന്ധമായി വിശ്വസിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. മറിച്ച് അവിടെയെല്ലാം നമ്മളൊരു സൂക്ഷ്മതയുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തിന്മയും വിദ്വേഷങ്ങളും അക്രമവും ഒക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർക്ക് നമ്മൾ വോട്ട് നൽകാൻ പാടില്ല. സമൂഹത്തിൽ പലപ്പോഴും ഇന്ന് ഒരുപാട് തരത്തിലുള്ള തിന്മകളും വിദ്വേഷങ്ങളും പ്രചരിപ്പിക്കുന്ന ആളുകൾ, അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ നമുക്കറിയാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭയിലെ വോട്ടിങ്ങില് അവിടെ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥി എടുത്തുകൊണ്ട് വർഗീയത പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ആരാണ് അവിടെ ജയിച്ചതെന്ന് നോക്കൂ, എന്നിട്ട് നിങ്ങളൊന്ന് തിരുത്താന് നിങ്ങൾ തയ്യാറാകണമെന്ന് പറയുന്ന ആളുകൾ. എത്രത്തോളം ഹൃദയത്തിന്റെ ഉള്ളിൽ വർഗീയതയും വിദ്വേഷങ്ങളുമാണ് ഈ വിഭാഗം ആളുകൾ വെച്ചു പുലർത്തുന്ന ആലോചിക്കണം അല്ലേ. ആ മണ്ഡലത്തിന്റെ മറ്റൊരു മണ്ഡലമുണ്ട്, മലപ്പുറം ജില്ലയിൽ തന്നെ പൊന്നാനി എന്ന് പറയുന്ന മണ്ഡലം. ആ പൊന്നാനിയിൽ മുസ്ലിങ്ങളുടെ മക്ക എന്നറിയപ്പെടുന്ന, ഇത് ഹിന്ദുക്കൾക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ മുസ്ലിങ്ങളുടെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ 65% മുസ്ലിങ്ങളുള്ളത്. 65% മുസ്ലിങ്ങളുള്ള ആ സ്ഥലത്ത് അവിടെ വിജയിക്കുന്നത് പലപ്പോഴും ഹൈന്ദവ സഹോദരങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ മതേതര മുഖത്തിന്റെ ഏറ്റവും നല്ല പര്യാപ്തമായ ഒരു ഉദാഹരണമാണ് പൊന്നാനിയിലെ വിജയങ്ങൾ എന്ന് കാണാൻ സാധിക്കും. അവിടെ മുസ്ലിം കാൻഡിഡേറ്റ് നിന്നാൽ പോലും പലപ്പോഴും അവിടെ ജയിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലും അമുസ്ലിങ്ങളായ ആളുകളാണ്. അതുകൊണ്ട് പൊന്നാനി നമ്മന്റെയാണെന്ന് പറയാൻ പറ്റൂ. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ? ഏതെങ്കിലും അമ്പലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണോ പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും പള്ളിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലേക്ക് വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ ഏത് മേപ്പൊടി ഇട്ടുകൊണ്ട് നമ്മുടെ അടുക്കൽ വന്നാലും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കൗമിന്റെ ആളുകൾ വരെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, തആമനു അലൽ ബിർരി വത്തഖ്വ വലാ തആമനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ സഹായിക്കണം. അതിനൊരു ജാതിയില്ല, മതമല്ല, നിങ്ങൾ സഹായിക്കണം. എന്നാൽ വലാ തആമനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും അക്രമത്തിലും നിങ്ങൾ സഹായിച്ചു പോകരുത് കേട്ടോ. ഈ അക്രമിക്കൂട്ടങ്ങളെ സഹായിച്ചു പോകരുത്. കാരണം ഇവരുടെ ഉള്ളിലുള്ളത് വലിയ വർഗീയതയാണ്. നമുക്കറിയാം ഇന്ന് എത്രത്തോളം അവിടെ വർഗീയ വിഷം എത്രത്തോളം ചീറ്റുണ്ടെന്ന് ചോദിച്ചാൽ വളരെ മോശകരമായി അസാമിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അസാമിലെ അവിടുത്തെ മുസ്ലിം സമൂഹത്തെ ബംഗാൾ ഭാഷ സംസാരിക്കുന്ന പേരിൽ അവിടുത്തെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ താമസിച്ച വീടുകൾ ബുൾഡോസറുകൾ വെച്ചുകൊണ്ട് തകർത്തുകൊണ്ട് 500ഓളം വീടുകൾ നശിപ്പിച്ചു കൊണ്ട് 200 ഏക്കറോളം സ്ഥലങ്ങൾ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് അധികാരം ലഭിച്ചാൽ അവർ ഇന്ന് കാണിക്കുന്ന മേമ്പൊടികളല്ല, ഇന്ന് അതിന്റെ മേമ്പൊടികൾ കുടുങ്ങിപ്പോയ സഭകൾക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരായി കാണാൻ സാധിക്കാത്ത ഭാഷയുടെ പേരിൽ ആ അവിടുത്തെ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ അക്രമി വിഭാഗത്തെ, ഈ അക്രമിക്കൂട്ടത്തെ അവരെന്ത് പറഞ്ഞാലും അവരുടെ വർത്തമാനം കേട്ട് അവരുടെ ആശംസകൾ കേട്ട് അതിൽ കുടുങ്ങിപ്പോകുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. വളരെ സൂക്ഷ്മതയോട് വേണം നമ്മുടെ വോട്ടുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ. നമ്മുടെ വോട്ടുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, യകൂന ഫി ആഖിരിസ് സമാൻ, ആഖിറിസ് സമാൻ ആകുമ്പോ, ലോകാവസാനത്തിന്റെ അവസാന കാലഘട്ടമാകുമ്പോ അക്രമികളായ ഭരണാധികാരികൾ ഉണ്ടാകും.
മനുഷ്യരെ തന്റെ നാട്ടിൽ ജീവിക്കുന്ന, തന്റെ നാട്ടിലെ പൗരത്വമുള്ള ആ ആളുകളെ തന്നെ അവരോട് തന്നെ അക്രമം കാണിക്കുന്ന, ഭൂരിപക്ഷ വർഗീയതയിലൂടെ വോട്ട് നേടാൻ ആഗ്രഹിക്കുന്ന അക്രമികളായ ഭരണാധികാരികൾ ഉണ്ടാകും. അധർമ്മകാരികളായ മന്ത്രിമാരുണ്ടാകും. വഞ്ചന നടത്തുന്ന വിധികർത്താക്കൾ ഉണ്ടാകും, ജഡ്ജിമാരുണ്ടാകും. കളവ് പറയുന്ന പണ്ഡിതന്മാരുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവസാന കാലാകുമ്പോ അക്രമികളായ ഭരണാധികാരികൾ, അധർമ്മം ചെയ്യുന്ന മന്ത്രിമാര്, അല്ലെ, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വഞ്ചന നടത്തുന്ന ജഡ്ജിമാര്, കള്ളം പറയുന്ന പണ്ഡിതന്മാര്. ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ടാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് തോന്നിപ്പോവുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയാണ്, അവസാന നാളിന്റെ കാര്യമായി പ്രവാചകൻ പറഞ്ഞ ആ ലക്ഷണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നമ്മുടെ വോട്ടുകൾ നമ്മൾ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ വിശ്വസിക്കാൻ കൊള്ളുന്നവരെയും പ്രവർത്തിക്കാൻ കഴിവുള്ളവരെയുമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വിശ്വസിക്കാൻ കൊള്ളുന്ന ആളുകളായിരിക്കണം, അവന് വിശ്വസിക്കാൻ പറ്റിയ ആളാണ്. അങ്ങനെ ഒരുപാട് തട്ടിപ്പ് നടത്തുന്ന, ഒരുപാട് വഞ്ചന നടത്തുന്ന, ഒരുപാട് തരത്തിലുള്ള മോശത്തരങ്ങളുടെ ആളല്ല. ഒരു ധാർമ്മികതയ്ക്കുള്ള ഒരു മനുഷ്യനാണ്, കുറച്ച് കൊള്ളാവുന്ന ആളാണ് എന്നൊരു തോന്നലുണ്ടാകണം, കഴിവുള്ള ആളായിരിക്കണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി വന്നുകൊണ്ട് വാപ്പയോട് സംസാരിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഖസസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സൂറത്ത് ഖസസിൽ അല്ലാഹു പറയാണ്, ഖാലത് ഇഹ്ദാഹുമാ, ആ 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തന്റെ പിതാവിനോട് പറയാണ്, യാ അബതി, ഓ എന്റെ പിതാവേ, ഇദ്ദേഹത്തെ താങ്കൾ കൂലിക്കെടുക്കുക. ഇന്ന ഖൈറ മൻ ഇസ്തഅജറതൽ ഖവിയ്യുൽ അമീൻ, താങ്കൾ കൂലിക്കെടുക്കുന്നവരിൽ താങ്കളുടെ ചുമതലകൾ ഏൽപ്പിക്കാൻ പറ്റിയ ആളുകളിൽ ഈ മനുഷ്യന്റെ പ്രത്യേകത, അദ്ദേഹം അതിന് കഴിവുള്ള ആളാണ്, വിശ്വസ്തനുമാണ് എന്നുള്ളതാണ്. അല്ലെ, 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതിനുള്ള കഴിവുണ്ടാകണം. ഒരു കഴിവ് നിർവഹിക്കാൻ എന്റെ വയസ്സാകാലത്ത് എന്റെ ഖബറിലേക്ക് പോണ കാലം വരെ MLA ആയിരിക്കണം, മന്ത്രി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കൂട്ടങ്ങളാണെന്ന്. ഇത് പ്രായം തടസ്സമല്ല കേട്ടോ. 90 വയസ്സായാലും ചിലപ്പോൾ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലക്ക് പോലും 90-100 വയസ്സ് വരെ ജീവിച്ച രാഷ്ട്രീയക്കാരുണ്ട്, വളരെ സജീവമായി പ്രവർത്തിച്ച ആളുകൾ. ഞാൻ അണ്ടമല്ലിൽ പോകുമ്പോ 90 വയസ്സുള്ള അവിടുത്തെ ഒരു മാഷ് പള്ളിയിൽ എല്ലാ വക്കത്തിനും ഉണ്ടാകും. ഒരു കസേരയിലും ഇല്ല അദ്ദേഹം ഇരിക്കണം. എന്നാൽ 60 വയസ്സുള്ള ആളുകൾ കസേരയിലായിരിക്കണം. ഇപ്പൊ വയസ്സുകൊണ്ടത് പ്രശ്നമല്ല, ആരോഗ്യം വേണം. നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിവുള്ള ഒരാളെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നിനും കൊള്ളൂല്ലാത്ത ഒരാള് ഇത്രയും കാലമൊക്കെ ഇരുന്നല്ലോ, ഇനി മരിക്കണവരയാൾ ഇരുന്നോട്ടെ എന്ന് തീരുമാനിക്കല്ല, കവിയാകണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാണ്, അദ്ദേഹം കവിയാണ്, കഴിവുള്ളവനാണ്, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളാണ്. 2ാമത് അമീനാണ്, വിശ്വസ്തനായ ഒരാളായിരിക്കും, വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വേണം നമ്മുടെ വോട്ടുകൾ ഉപയോഗപ്പെടുത്താൻ. അതല്ലെങ്കിൽ നമ്മൾ തന്നെ കോടാലിക്ക് നാശം, കോടാലി എന്ന് പറയുന്നത് പോലെ നമുക്ക് നാശം നമ്മൾ തന്നെയായി മാറും. സൂക്ഷ്മതയോടുകൂടി നമ്മുടെ വോട്ടവകാശം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ഭരണകൂടത്തെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ ഭയപ്പെടുന്ന ഒരു നല്ല ഭരണം അള്ളാഹു നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.